Algebraic equations. We are familiar with equations. An equation means we have a polynomial f of x with real or complex coefficients and its degree is greater than or equal to 1. That is, f of x is not a constant polynomial. f of x ഒരു constant polynomial അല്ല. അതിൻ്റെ ഡിഗ്രി greater than or equal to 1 ആണ്. Then the equation f of x equal to 0. ഈ ഇക്വേഷനെയാണ് ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൾജിബ്രായിക് ഇക്വേഷൻ. f of x is a polynomial, a non-constant polynomial with a real or complex coefficients. Then the equation f of x equal to 0 is known as the algebraic equation. And any number satisfying this equation, any value of x satisfying this equation is known as root of this equation. Also it is the root of that corresponding polynomial also. That is, f of x equal to 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂസിനെ ആ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ ആ പോളിനോമിയലിൻ്റെ റൂട്ട് എന്ന് പറയും. So that's the definition. Then we have an important result, that is an equation of degree n cannot have more than n distinct roots. That means we have an equation f of x equal to 0 having degree n. Degree n ഉള്ള ഒരു ഇക്വേഷനാണ് f of x equal to 0 എങ്കിൽ ആ ഇക്വേഷന് cannot have more than n distinct roots. അതിൻ്റെ ഡിഗ്രി എത്രയാണോ അതിൽ കൂടുതൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് അറ്റ് മോസ്റ്റ് n ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സേ ഉണ്ടാകും, മാക്സിമം n. ഇപ്പോൾ ഡിഗ്രി 4 ആണെങ്കിൽ മാക്സിമം 4 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടാകാം, 4ൽ കൂടുതൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ വി ഹാവ് ദി പ്രൂഫ്. We consider the equation f of x equal to 0. Suppose that c1, c2, etc. cn minus 1. These are the n distinct roots of f of x equal to 0. We have, since c is a 0, then f of c equal to c is a root. Therefore f of c equal to 0 ആണ്. We have from the remainder theorem, when f of x is divisible by x minus c, then f of c is the remainder. Here f of c എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് 0 ഈസ് ദി റിമൈൻഡർ. 0 ആണ് റിമൈൻഡർ. ദാറ്റ് മീൻസ് നമുക്കറിയാം റിമൈൻഡർ 0 ആയാൽ ആ ടേം, ആ പോളിനോമിയൽ ഈസ് അതിനെ ഡിവൈഡ് ചെയ്യും എന്ന് പറയും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ദി ടേം, ദി പോളിനോമിയൽ എക്സ് മൈനസ് സി എന്ന് പറയും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സിനെ നമുക്ക് സം എക്സ് മൈനസ് സി ഇൻറ്റു സം f1 ഓഫ് എക്സ് എന്ന് എഴുതാം. വേർ f1 ഓഫ് എക്സ് ഇസ് അഗെയിൻ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n മൈനസ് 1. f1 ഓഫ് എക്സിൻ്റെ ഡിഗ്രി നേരത്തെ ഉള്ള എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രിയേക്കാൾ ഒന്ന് കുറവായിരിക്കും. n മൈനസ് 1 ഡിഗ്രിയുള്ള ഒരു പോളിനോമിയലാണ് f1 ഓഫ് എക്സ്. ഇനി അടുത്ത റൂട്ടാണ് c1. c1 ഒരു റൂട്ടാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് c1 0 ആണ്. എഫ് ഓഫ് c1 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് c1 കൊടുത്താൽ c1 മൈനസ് സി ഇൻറ്റു f1 ഓഫ് c1 ഈക്വൽ ടു 0. c1 മൈനസ് സി നോട്ട് ഈക്വൽ ടു 0 ബിക്കോസ് c1ഉം സിയും ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്. ദേ ആർ നോട്ട് ഈക്വൽ. ദെർഫോർ c1 മൈനസ് സി നോട്ട് 0. ദാറ്റ് ഇംപ്ലൈസ് f1 ഓഫ് c1 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് c1 ഇസ് എ റൂട്ട് ഓഫ് f1. c1 എന്ന് പറയുന്നത് f1ൻ്റെ ഒരു റൂട്ടാണ്. ദാറ്റ് മീൻസ് f1 ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം എക്സ് മൈനസ് c1 ഇൻറ്റു സം f2 ഓഫ് എക്സ് എന്ന് എഴുതാം. വേർ f2 ഓഫ് എക്സ് ഈസ് അനദർ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എന്തായിരിക്കും? ഒന്നുകൂടെ കുറവായിരിക്കും, n മൈനസ് 2. സോ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു f1 ഓഫ് എക്സ് എന്നായിരുന്നു. അപ്പോൾ f1 ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എക്സ് മൈനസ് c1 ഇൻറ്റു f2 ഓഫ് എക്സ്. എക്സ് മൈനസ് c1 ഇൻറ്റു f2 ഓഫ് എക്സ്. സോ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ദാറ്റ് മീൻസ് ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് c1 ഈസ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ
എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് സി വൺ. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ വി ഗെറ്റ് അടുത്തത് C2 C3 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് സി വൺ ഇൻറ്റു എക്സ് മൈനസ് സി ടു ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് സി എൻ മൈനസ് വൺ ഇൻറ്റു സം എഫ് എൻ ഓഫ് എക്സ്, വേർ എഫ് എൻ ഓഫ് എക്സ് is a polynomial of degree n minus n. n minus 1, n minus 2 and n minus n, that is 0. That is fn of x is a polynomial of degree 0. That means fn of x is a constant. നമ്മളതിനെ a naught എന്ന് വിളിക്കുന്നു. a naught അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. So we can write f of x equal to x minus c into x minus c1 into etc. x minus cn minus 1 into a naught എന്ന് കിട്ടും. And this is a polynomial. This is a polynomial of degree n. Degree n ഉള്ള ഒരു polynomial ആണ് and is divisible by x minus c into x minus c1 into etc. x minus cn minus 1. And the right side x minus c into x minus c1 into etc. x minus cn minus 1 into a naught is also a polynomial of degree n. And ഈ റൈറ്റ് സൈഡിലുള്ള ഈ പോളിനോമിയൽ C1 C2 എക്സെട്ര സി എൻ മൈനസ് വണ്ണിൽ മാത്രമേ വാനിഷ് ചെയ്യുള്ളൂ. കാരണം എ നോട്ട് നോൺ സീറോ ആണ്. എ നോട്ട് നോൺ സീറോ ബിക്കോസ് എ നോട്ട് സീറോ ആയാൽ എഫ് ഓഫ് എക്സ് ഈസ് കംപ്ലീറ്റ്ലി ഐഡൻറ്റിക്കലി ഈക്വൽ ടു സീറോ. ആൻഡ് that is we have x minus c into x minus c1 into etc. x minus cn minus 1 is into a naught is also a polynomial of degree n and it cannot vanish for other values of x except at c, c1, c2 etc. cn minus 1. ഈ c, c1 etc. cn minus 1 ഒഴികെയുള്ള ബാക്കിയുള്ള ഒരു വാല്യൂസിലും എഫ് ഓഫ് എക്സ് ഈ റൈറ്റ് സൈഡിലുള്ള എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് സി വൺ ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് സി എൻ മൈനസ് വൺ ഇൻറ്റു എ നോട്ട് വാനിഷ് ചെയ്യില്ല. ആൻഡ് ദിസ് എ നോട്ട്, ഈ എ നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ നമ്മളെടുത്ത പോളിനോമിയലിൻ്റെ ലീഡിങ് കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ലീഡിങ് കോഎഫിഷ്യൻ്റ് മീൻസ് അതിൻ്റെ ഹയസ്റ്റ്, അതിൻ്റെ ഡിഗ്രി ഏതാണോ ആ ടേമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ പവറിൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ്. അതായത് ഡിഗ്രി 4 ആണെങ്കിൽ എക്സ് റേസ് ടു 4ൻ്റെ കോഎഫിഷ്യൻ്റ്, ഡിഗ്രി 5 ആണെങ്കിൽ എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഈ എ നോട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് എൻ റൂട്ട്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. ദെൻ ഇനി ഈ എൻ റൂട്ട്സ് അല്ലാതെ വേറെ റൂട്ടൊന്നുമില്ല, വേറെ ഒരു വാല്യൂയിലും എഫ് ഓഫ് എക്സ് വാനിഷ് ചെയ്യില്ല എന്ന് കിട്ടി. സോ അറ്റ് മോസ്റ്റ് എൻ റൂട്ട്സ് ഉണ്ടാവും. ദറ്റ് ഈസ് കനോട്ട് ഹാവ് മോർ ദാൻ എൻ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. ആൻഡ് നൗ വി ഹാവ് അനദർ റിസൾട്ട്. ദറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ഒരു എൻ ഡിഗ്രി പോളിനോമിയലിന് അല്ലെങ്കിൽ എൻ ഡിഗ്രി ഇക്വേഷന് നോട്ട് മോർ ദാൻ എൻ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് എന്ന് പറഞ്ഞു. ഇനി ഈ കൺസിഡർ ഇപ്പോൾ നമുക്കൊരു 4th ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. അപ്പോൾ അതിന് മാക്സിമം 4 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടാകാം. അപ്പോൾ അതിൽ 4 എണ്ണവും നമുക്കറിയില്ല, ഒരു 2 എണ്ണേ അറിയുള്ളൂ നോക്കുക. ദാറ്റ് ഈസ് ഇഫ് എ certain number m less than n of distinct roots c, c1, c2 etc. cm minus 1 is known. അതായത് n റൂട്ട്സ് ഉണ്ട്, അതിലെ m എണ്ണം നമുക്കറിയാം, വേറെ m is less than n. അതായത് എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സും അറിയില്ല, കുറച്ച് എണ്ണം അറിയാം. ദെൻ അപ്പോൾ ബാക്കി റിമൈനിങ് റൂട്ട്സ് നമുക്ക് കാണണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദ റിമൈനിങ് റൂട്ട്സ് വിൽ ബി ഫൗണ്ട് ബൈ സോൾവിങ് ദി ഡിപ്രസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ബാക്കിയുള്ള റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിപ്രസ്ഡ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഡിപ്രസ്ഡ് ഇക്വേഷൻ മീൻസ് ദറ്റ് ഈസ് ഗിവൺ ബൈ എഫ് എം ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ, അതായത് എഫ് ഓഫ് എക്സിനെ നമ്മൾ നേരത്തെ ഇതിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതിയിരുന്നു. സോ ബാക്കിയുള്ള റൂട്ട്സ് കാണാൻ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് സി വൺ ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് സി എം മൈനസ് 1 ഈക്വൽ ടു 0. ഈ ഇക്വേഷനെയാണ് ഡിപ്രസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഗ്രി n മൈനസ് എം ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി n ആണ്,
ഇതൊരു mth ഡിഗ്രി പോളിനോമിയലാണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ n-m ആയിരിക്കും പോളിനോമിയൽ. അപ്പോൾ ഈ ഡിപ്രസ്ഡ് ഇക്വേഷൻ ഫോം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ഡിവിഷനാണ്. m റൂട്ട്സ് നമുക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ തവണയും ആ എഫ് ഓഫ് എക്സിനെ ഓരോ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. m1 m2 അങ്ങനെ m റൂട്ട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് കിട്ടുന്ന ആ ഇക്വേഷനായിരിക്കും സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിച്ച് കിട്ടുന്ന ഇക്വേഷനായിരിക്കും ഡിപ്രസ്ഡ് ഇക്വേഷൻ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള റൂട്ട്സും ബാക്കി n-m റൂട്ട്സും കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ഹാവ് ആൻ എക്സാമ്പിൾ. സോൾവ് ദി ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x raised to 4 minus 5x square minus 10x minus 6 equal to 0 having the two roots -1 and 3. അപ്പോൾ ഇത് 4th ഡിഗ്രി ഇക്വേഷനാണ്. മാക്സിമം 4 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടാകാം. അപ്പോൾ അതിൽ 2 എണ്ണം തന്നിട്ടുണ്ട്, -1ഉം 3ഉം. ബാക്കിയുള്ള 2 റൂട്ട്സും കൂടെ കണ്ടുപിടിക്കണം. സോ അതിന് നമ്മൾ ഡിപ്രസ്ഡ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിച്ചിട്ട് ആദ്യം -1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതൊരു റൂട്ടാണ്. അതുപോലെ 3ഉം ഒരു റൂട്ടാണ്. സോ കോഎഫിഷ്യൻ്റ് എഴുതുമ്പോൾ 1, ക്യൂബിന് കോഎഫിഷ്യൻ്റ് ക്യൂബ് ടേമില്ല, സോ 0, ദെൻ -5, -10, -6. ഫസ്റ്റ് നമ്മൾ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. -1 ആദ്യം 3 എടുത്താലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഓർഡറിൽ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ആദ്യം ഒരാൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 റൂട്ട് കൊണ്ടും ഡിവൈഡ് ചെയ്യണം എന്നുള്ളൂ. -1 എടുത്തു, ദെൻ 1 ഇൻറ്റു -1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1, ദെൻ -4, ദെൻ -6 ആൻഡ് ദിസ് ഈസ് ദി റിമൈൻഡർ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് 0. ദെൻ അഗെയിൻ ഇതിനെ വീണ്ടും നമ്മൾ അടുത്ത റൂട്ട് കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെയിം സ്റ്റെപ്പാണ്. 1, then 3, 2, then again 2, then 0. ഇതാണ് അടുത്ത സ്റ്റെപ്പിലെ റിമൈൻഡർ. ബാക്കിയുള്ള ടേമിനെ നമ്മൾ ഇക്വേഷനാക്കി എഴുതാം. 3 ടേം ഉണ്ട്, 1, 2, 2. സോ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് കിട്ടുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് 1, എക്സിൻ്റെ 2, കോൺസ്റ്റൻറ്റ് ടേം 2. സോ വി ഗെറ്റ് എക്സ് സ്ക്വയർ plus 2x plus 2 equal to 0. This is the depressed equation. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള റൂട്ട്സ് കിട്ടും. സോ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോൾവ് ചെയ്യാൻ x equal to -2 plus or minus root of b square minus 4ac means 4 minus 8 divided by 2, that is -2 plus or minus root of -4 എന്ന് പറഞ്ഞാൽ 2i by 2, it is -1 plus or minus i. So we get ആദ്യം നമ്മൾ 2 റൂട്ട് തന്നിട്ടുണ്ടായിരുന്നു, -1ഉം 3ഉം. then now -1 plus i and -1 minus i. അപ്പോൾ 4 റൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നത് ഒരു 4th ഡിഗ്രി ഇക്വേഷനാണ്. സോ all the roots are distinct. 4 roots are there and all the 4 roots are distinct. Therefore we get these are the solution of the given biquadratic equation. So we can write x raised to 4 minus 5x square minus 10x minus 6 equal to ഒരു -1 ഒരു റൂട്ടാണെങ്കിൽ കറസ്പോണ്ടിങ് ഫാക്ടർ x minus -1, that is x plus 1 into x minus 3 into x minus -1 plus i into x minus -1 minus i. ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി എക്സാമ്പിൾ. നൗ വി ഹാവ് സർട്ടൻ പ്രോബ്ലംസ്. We have first question, write a cubic equation with the roots 0, 1 and 2. ഒരു ക്യൂബിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 3 ആയിട്ടുള്ള ഒരു ഡിഗ്രി 3 ആയിട്ടുള്ള ഇക്വേഷൻ എഴുതണം വിത്ത് റൂട്ട്സ് 0, 1 ആൻഡ് 2. അപ്പോൾ 0ഉം 1ഉം 2ഉം റൂട്ട്സാണ്, ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സാണ്. ഒരു ക്യൂബിക് ഇക്വേഷൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സായിട്ട് 3 തന്നിട്ടുണ്ട്.
സോ ഒരു ക്യൂബിക് ഇക്വേഷന് മാക്സിമം 3 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സേ ഉണ്ടാവും. അപ്പോൾ 3 തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിന് എഫ് ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 0 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2, അതായത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. എഫ് ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ ഇത് ഈ ടേം എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യും. എഫ് ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. അപ്പോൾ ക്യൂബിക് ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ കിട്ടും. ദെൻ അതിന് 3 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇനി വേറെ റൂട്ട്സ് ഒന്നുമില്ല. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ദെൻ ഇനി ഇതിനെ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇനി ഇതിനെ ഏത് കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും വി ഗെറ്റ് സം k ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0, where k not equal to 0 is also k is a constant and it is not equal to 0 is also the required cubic equation. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് k ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് k ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ plus 2x equal to 0, where k not equal to 0. So this is the required cubic equation. Then next we consider the fourth question, that is solve. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം മോഡലാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് വൺ. Solve 20x cube minus 30x square plus 12x minus 1 equal to 0 given that 1/2 is a root. 1/2 ഒരു റൂട്ടാണ്, സോൾവ് ചെയ്യണം. തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ബാക്കി 2 റൂട്ട്സ് കൂടെ ഉണ്ടാവും, അത് കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. 20x ക്യൂബ് മൈനസ് 30x സ്ക്വയർ പ്ലസ് 12x മൈനസ് 1 ഈക്വൽ ടു 0. 1/2 ആണ് തന്നിട്ടുള്ള റൂട്ട്. സോ ബൈ സിന്തറ്റിക് ഡിവിഷൻ വി ഹാവ് 20 മൈനസ് 30 12 മൈനസ് 1. 1/2 is the root. So we get 20 into 1/2, that is 10, minus 20 into 1/2 minus 10, that is 2, then 2 into 1/2 1, that is 0. So we get the depressed equation as 20x square minus 20x plus 2 equal to 0. So ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 20 plus or minus root of b square. b square means 20യുടെ സ്ക്വയർ. 400 minus 4ac, 4 into 20 into 2, that is 4 into 20 into 2, that is 160 divided by 2a, that is 2 into 20, 40. So 20 plus or minus, this is 4 root 15 divided by 40. Then by simplifying we get 5 plus or minus root 15 by 10. So these are the roots. X equal to 1/2, x equal to 5 plus root 15 by 10, and 5 minus root 15 by 10. So these are the roots. Next we have the problem, that is the fifth one. One root of the cubic equation x cube minus of 2a plus 1 into x square plus a into a plus 2 into x minus a into a plus 1 equal to 0 is a plus 1.
ഫൈൻഡ് ദി അതർ റൂട്ട്സ്. ഒരു ക്യൂബിക് ഇക്വേഷനാണ്, അതിൻ്റെ ഒരു റൂട്ട് തന്നിട്ടുണ്ട്, ബാക്കി 2 റൂട്ട്സ് കാണണം. സോ നമുക്ക് തന്ന റൂട്ട് കൊണ്ട് a+1 കൊണ്ട് അതിനെ സിന്തറ്റിക് ഡിവിഷൻ ചെയ്ത് നോക്കാം. സോ ദി ഗിവൺ ക്യൂബിക് ഇക്വേഷൻ ഈസ് x³ മൈനസ് ഓഫ് 2a+1 into x² plus a into a+2 into x minus a into a+1 equal to 0. One root is a+1. So in the synthetic division we have the coefficients 1 minus 2a minus of 2a+1, that is minus 2a minus 1, a into a+2, that is a² plus 2a, then minus a² minus a. ഇത്രയാണ് കോഫിഷ്യൻസ്. എല്ലാ കോഫിഷ്യൻസും പ്രസൻ്റ് ആണ്, അതായത് x³ x², എക്സിൻ്റെ അതുപോലെ കോൺസ്റ്റൻറ്റ് ടേം. ഇനി ഒരു റൂട്ട് തന്നിട്ടുള്ളത് a+1 ആണ്. a+1 വി ഹാവ് 1 എഴുതി, ദെൻ 1 ഇൻറ്റു a+1 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് മൈനസ് എ എന്ന് കിട്ടും. ദെൻ മൈനസ് എ ഇൻറ്റു a+1 we get minus a² minus a, then add ചെയ്ത് കഴിഞ്ഞാൽ this is again a, then a into a+1, that is a² plus a, then we get 0. a+1 റൂട്ടാണ്, സോ റിമൈൻഡർ 0 ആയിരിക്കും. സോ ബാക്കിയുള്ള കോഫിഷ്യൻസ് ഉപയോഗിച്ച് നമ്മൾ ഡിപ്രസ്ഡ് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് x² മൈനസ് ax പ്ലസ് a ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദ ഡിപ്രസ്ഡ് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, നമുക്ക് സോൾവ് ചെയ്യാം. a പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് a² മൈനസ് 4a ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് വി ഗെറ്റ് a പ്ലസ് ഓർ മൈനസ്. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, 2 റൂട്ടുകൾ കിട്ടും. ഒന്ന് a പ്ലസ് റൂട്ട് ഓഫ് a² മൈനസ് 4a ഡിവൈഡ് ബൈ 2യും ദെൻ a മൈനസ് റൂട്ട് ഓഫ് a² മൈനസ് 4a ബൈ 2. അപ്പോൾ 2 റൂട്ട്സ് ഇവിടെ കിട്ടി. ആദ്യമുള്ള റൂട്ട് a+1 ആണ്. സോ ക്യൂബിക് ഇക്വേഷനാണ്, 3 റൂട്ട് കിട്ടിയിട്ടുണ്ട്, 3 ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ദീസ് ആർ ദി റൂട്ട്സ്. നെക്സ്റ്റ് വി ഹാവ് question number 6, that is solve 2x raised to 4 minus x³ minus 17x² plus 15x plus 9 equal to 0 if 1 plus root 2 and 1 minus root 2 are roots. ഒരു 4th ഡിഗ്രി ഇക്വേഷനാണ്. 1 പ്ലസ് റൂട്ട് 2 1 മൈനസ് റൂട്ട് 2 ആണ് റൂട്ടുകൾ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി 2 റൂട്ടുകൾ കാണണം. സോ വി ഹാവ് ദി ഇക്വേഷൻ ഈസ് 2x raised to 4 minus x³ minus 17x² plus 15x plus 9 equal to 0. 1 plus root 2 and 1 minus root 2 are the given roots. So 1 plus root 2 1 minus root 2 roots ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് x മൈനസ് 1 പ്ലസ് റൂട്ട് 2 അതുപോലെ x മൈനസ് 1 മൈനസ് റൂട്ട് 2 ഇങ്ങനെ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. ആൻഡ് റൂട്ടായതുകൊണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റ്, ഇതിനെ നമ്മൾ f(x) എന്ന് വിളിച്ചാൽ, തന്നിട്ടുള്ള പോളിനോമിയലിനെ f(x) എന്ന് വിളിച്ചാൽ ദിസ് പ്രോഡക്റ്റ് ഡിവൈഡ്സ് f(x) എന്ന് കിട്ടും. സോ f(x) ഈക്വൽ ടു ദിസ്, ഇതിനെ നമ്മൾ x മൈനസ് 1 മൈനസ് റൂട്ട് 2 എന്നും സെക്കൻഡ് വണ്ണിനെ x മൈനസ് 1 പ്ലസ് റൂട്ട് 2 എന്ന് എഴുതാം. ഇൻറ്റു സം q(x) എന്നെഴുതാം, ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ q(x) കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, f(x) ഡിവൈഡഡ് ബൈ x മൈനസ് 1 മൈനസ് റൂട്ട് 2 ഇൻറ്റു x മൈനസ് 1 പ്ലസ് റൂട്ട് 2. f(x)നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഇവിടെ സിന്തറ്റിക് ഡിവിഷൻ ഉണ്ട്, അതുപോലെ ഡിറ്റാച്ച്ഡ് കോഫിഷ്യൻസ് ഉണ്ട്. ഡിറ്റാച്ച്ഡ് കോഫിഷ്യൻസ് ആണ്
നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ x-1 മൈനസ് റൂട്ട് 2 ഇൻറ്റു x-1 പ്ലസ് റൂട്ട് 2 എന്താണെന്നൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അത് a+b ഇൻറ്റു a-b ഫോമിലാണ്. അതായത് x-1ഉം റൂട്ട് 2 ആണ് അവിടെ എയുടെയും ബിയുടെയും പ്ലേസിലുള്ളത്. അപ്പോൾ a+b ഇൻറ്റു a-b ദാറ്റ് ഈസ് a² മൈനസ് b സ്ക്വയർ ദാറ്റ് ഈസ് ഇവിടെ x-1 ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് 2 സ്ക്വയർ. സോ വി ഗെറ്റ് ദിസ് ഈസ് x² മൈനസ് 2x പ്ലസ് 1 മൈനസ് 2 ദാറ്റ് ഈസ് x² മൈനസ് 2x മൈനസ് 1. എഫ് ഓഫ് എക്സിനെ ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിറ്റാച്ച്ഡ് കോഫിഷ്യൻ്റ് അനുസരിച്ച് എഫ് ഓഫ് എക്സിൻ്റെ കോഫിഷ്യൻസ് എഴുതുമ്പോൾ 2 മൈനസ് 1 x² മൈനസ് 17 നമ്മൾ ഡിവിഡൻഡ് എന്ന് എഴുതും. ഡിവിഡൻറ്റിൻ്റെ കോഫിഷ്യൻസ് 2 മൈനസ് 1 മൈനസ് 17 15 ആണ് എക്സിൻ്റെ കോഫിഷ്യൻ്റ്. ദെൻ കോൺസ്റ്റൻറ്റ് ടേം 9. ദെൻ ഡിവൈസർ എന്ന് പറയുന്നത് ഇതാണ് x² മൈനസ് 2x മൈനസ് 1. അപ്പോൾ 1 മൈനസ് 2 ആൻഡ് മൈനസ് 1. ഓക്കെ. ദെൻ ഫസ്റ്റ് വി ഹാവ് 1നെ എന്തുകൊണ്ട് മൾട്ടിപ്പിളാണ് 2 മൾട്ടിപ്പിൾ ചെയ്താലാണ് 2 കിട്ടുക എന്ന് നോക്കുക. ദാറ്റ് ഈസ് 2 കൊണ്ടാണ്. ദെൻ 2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 മൈനസ് 4 മൈനസ് 2. ദെൻ സബ്ട്രാക്ട് ചെയ്യാം. സോ വി ഗെറ്റ് 3 മൈനസ് 15. ദെൻ നെക്സ്റ്റ് ഉള്ള 15 താഴേക്ക് എഴുതി. ദെൻ അടുത്തത് 3 കിട്ടണം. 3 കിട്ടണമെങ്കിൽ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 മൈനസ് 6 മൈനസ് 3. Again subtracting we get this is minus 9, this is 18, then 9 താഴേക്ക് എഴുതി. ദെൻ മൈനസ് 9 കിട്ടണം. മൈനസ് 9 കിട്ടണമെങ്കിൽ മൈനസ് 9 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 9 18 9. ദെൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദി കോഷ്യൻ്റ് ആൻഡ് ദിസ് കറസ്പോണ്ടിങ് ടു റിമൈൻഡർ. 0 ആണ് റിമൈൻഡർ. സോ കോഷ്യൻ്റ് കിട്ടുന്നത് 2x² പ്ലസ് 3x മൈനസ് 9 ആണ്. 2x² പ്ലസ് 3x മൈനസ് 9. റിമൈൻഡർ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് കോഷ്യൻ്റ് ഇൻറ്റു നമുക്ക് ആദ്യം കിട്ടിയ നമ്മൾ ഡിവൈഡ് ചെയ്ത ഡിവൈസർ എന്ന് പറയുന്നത് ഇതാണ് x² മൈനസ് 2x മൈനസ് 1. സോ ഇങ്ങനെ എഴുതാൻ പറ്റും. പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് 0. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദിസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0. ഇതിൻ്റെ റൂട്ടാണ് 1 പ്ലസ് റൂട്ട് 2 1 മൈനസ് റൂട്ട് 2 ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പോൾ ഇനി ഇതിൻ്റെ റൂട്ട്സ് കൂടെ കണ്ടാൽ ബാക്കിയുള്ള 2 റൂട്ട്സ് കിട്ടും. 3x മൈനസ് 9 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 പ്ലസ് 72 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 72 പ്ലസ് 9 ദാറ്റ് ഈസ് 81 ഡിവൈഡ് ബൈ 4. ദാറ്റ് ഈസ് വി ഗെറ്റ് മൈനസ് 3 പ്ലസ് 9 ബൈ 4ഉം മൈനസ് 3 മൈനസ് 9 ബൈ 4ഉം ആണ്. ദാറ്റ് ഈസ് വി ഗെറ്റ് 6 ബൈ 4ഉം അതുപോലെ മൈനസ് 12 ബൈ 4. ദാറ്റ് മീൻസ് 3 by 2 and minus 3. So the roots are 1 plus root 2, 1 minus root 2, 3 by 2 and minus 3. ഫോർത്ത് ഡിഗ്രി ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. 4 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ട്. സോ ഈ റൂട്ട്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് the 7th one. Find the polynomial of the lowest degree that vanishes for x equal to minus 1, 0, 1 and takes the value 1 for x equal to 2. വാനിഷസ് അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. അത് വാനിഷ് ചെയ്യുന്ന പോയിന്റുകളാണ്. അതായത് അതിൻ്റെ റൂട്ടുകളാണ് മൈനസ് 1, 0 ആൻഡ് 1 3 റൂട്ടുകളുണ്ട്. അതുപോലെ എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 1 ആണ്. ഈ 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. 3 റൂട്ടുകളും ഒരു പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും 2ലൂടെ പാസ് ചെയ്യുമ്പോൾ 1 ആണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. സോ ഇത് വെച്ചിട്ട്
ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോവസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒരുപാട് പോളിനോമിയൽസ് ഉണ്ടാകാം, അതിൽ ഏറ്റവും ചെറിയ ഡിഗ്രിയുള്ള പോളിനോമിയൽ. അപ്പോൾ 3 റൂട്ടുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിബിളായിട്ടുള്ള ലോവസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് മിനിമം 3 ആയിരിക്കും. അതിൻ്റെ ഡിഗ്രി മിനിമം 3 ഉണ്ടാവും. കാരണം 0യും -1ഉം +1ഉം ആണ് റൂട്ട്സ്. അപ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് x-0 ഉണ്ടാവും. അതുപോലെ -1ന് കറസ്പോണ്ടിങ് ആയിട്ട് x-1, +1ന് കറസ്പോണ്ടിങ് ആയിട്ട് x-1. ഈ 3 ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റും നമ്മുടെ f(x)നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മിനിമം 3rd ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഇനി അതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഇൻറ്റു ഒരു എ കോൺസ്റ്റൻ്റ് എ വേറെ a≠0 അത് എഴുതും. ഇനി ആ കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ അടുത്ത കണ്ടീഷൻ ഉപയോഗിക്കും. അതായത് 2ലൂടെ പാസ് ചെയ്യുമ്പോൾ x=2 ആകുമ്പോൾ 1 ആണ് വാല്യൂ. ദാറ്റ് ഈസ് f(2) = 1 ആണ്. സോ f(2) = 1 ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ x + 1 × x-1 × a. f(2) = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get 1 = 1 × 1 + 1 2 + 1 × 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത്. സോ 1 = 2 × 2 + 1 × 2 - 1 × a. That is 1 = 2 × 3 × 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6a. 6a = 1. സോ a = 1/6 എന്ന് കിട്ടും. ദെൻ f(x) = 1/6 × x × x+1 × x-1. ഇതാണ് ആ പോളിനോമിയൽ. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/6 × x × x² - 1 ദാറ്റ് ഈസ് x³ - x/6. ഇതാണ് ആ 3 നമ്പേഴ്സ് റൂട്ട് വരുന്ന -1, 0, 1 റൂട്ട് വരുന്ന, അതുപോലെ f(2) = 1 ആയിട്ടുള്ള ലോവസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇറ്റ് ഈസ് എ 3rd ഡിഗ്രി പോളിനോമിയൽ.